അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നസ്ഖ് സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനും മറ്റും ഉപയോഗിക്കുന്നു. കാരണം അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. AD 10-ാം നൂറ്റാണ്ടിൽ പ്രാഥമിക ലിപികളിൽ നിന്ന് നസ്ഖ് സ്ക്രിപ്റ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്തത് ദിവാനി സ്ക്രിപ്റ്റാണ്. അത് ആദ്യ ഓട്ടോമൻ തുർക്കികളുടെ ഭരണത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു ശീർഷക ലിപിയായി കാലിഗ്രാഫി ഇനമാണ് ദിവാനി സ്ക്രിപ്റ്റ്. സുൽത്താൻ്റെ കൊട്ടാരത്തിൽ ഒരു ചെറിയ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ദിവാനി ഇംഗ്ലീഷിൽ നിന്നാണ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 സ്ക്രിപ്റ്റുകൾ പറഞ്ഞു. കൂഫി സ്ക്രിപ്റ്റ്, സുലുസ് സ്ക്രിപ്റ്റ്, നസ്ഖ് സ്ക്രിപ്റ്റ്. ഇപ്പോൾ പറയുന്നത് ദിവാനി സ്ക്രിപ്റ്റാണ്. ഇനി നമുക്ക് 2 സ്ക്രിപ്റ്റുകൾ കൂടിയുണ്ട്. 2 അല്ല 3 സ്ക്രിപ്റ്റുകൾ കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റുകൾ കഴിയും. പിന്നെ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചായിരിക്കും പറയണത്.